ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തേത് റേഷനരി ഉപയോഗിച്ച് തയ്യാറാക്കിയിട്ടുള്ള നല്ലൊരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ റേഷൻ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ഒരു ചോറ് വെക്കുന്ന അരി ഉണ്ടല്ലോ, വെള്ള ചോറ് വെക്കുന്ന ആ അരി ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു പലഹാരം തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 4 മണി ചായക്കൊക്കെ തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളിത് എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കണം. ഉണ്ടാക്കിയെടുക്കാൻ വളരെ ഈസിയാണ്, അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരം കൂടിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഇനി നമുക്ക് റെസിപ്പി കണ്ടു നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടി ഞാനിവിടെ 1 കപ്പ് അരി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കപ്പിലോ ഗ്ലാസ്സിലൊക്കെ അളന്നെടുക്കാം കേട്ടോ. ഇനി നമുക്കിതൊന്ന് കുതിർത്തി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ നല്ല തിളച്ചിട്ടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നല്ല ചൂടുള്ള തിളച്ച വെള്ളം തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്കിത് നന്നായിട്ട് തന്നെ കുതിർന്ന് കിട്ടും. നമുക്കിത് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ നല്ലപോലെ കുതിർന്ന് കിട്ടിയാലാണ് നമുക്കിത് വളരെ എളുപ്പത്തിൽ അരച്ചെടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഞാനിതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതിവിടെ ഏകദേശം വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ട് 3 മണിക്കൂറൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നിങ്ങളൊരു 3-4 മണിക്കൂറൊന്നും വെള്ളത്തിലിട്ടെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ മിനിമം 1 മണിക്കൂറെങ്കിലും ഇട്ട് വെക്കണം കേട്ടോ. തിളച്ച വെള്ളത്തിലാണെങ്കിൽ 1 മണിക്കൂർ ഇട്ട് വെച്ചാൽ മതിയാവും. അപ്പോൾ കൂടുതൽ സമയമായെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് കഴുകി എടുത്ത് കൊണ്ടുവരാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം കഴുകിയിട്ട് വെള്ളം ഒഴിച്ച് വെച്ചാലും മതി കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഈ സമയത്ത് കഴുകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനിത് ആദ്യം കഴുകാതെയാണ് വെള്ളം ഒഴിച്ച് വെച്ചിരുന്നത്. അതുകൊണ്ട് ഞാനിപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒത്തിരി വെള്ളം ചേർത്ത് കൊടുക്കരുത്, കുറച്ച് ചേർത്തിട്ടൊന്ന് അരച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ ആദ്യം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം ഒട്ടും ഇല്ലായിരുന്നു. അപ്പോൾ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇനി കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും അരച്ചെടുക്കണം. അപ്പോൾ നല്ല നൈസായിട്ട് ഒട്ടും തരിയില്ലാതെ വേണം കേട്ടോ ഇത് അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ സൈഡിലൊക്കെ ഇതിൻ്റെ നടുവിലേക്ക് തന്നെ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ അരച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് വെള്ളം കുറവാണെങ്കിൽ മനസ്സിലാവും കേട്ടോ. അങ്ങനെ തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ഞാനിതിവിടെ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും, നല്ല പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ട്, ഒട്ടും തരികളൊന്നുമില്ല. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല ടൈറ്റായിട്ടാണ് കേട്ടോ ഇപ്പോൾ ഈ ഒരു മാവുള്ളത്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർത്തിട്ട് അരച്ചെടുക്കുമ്പോൾ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 കപ്പ് റൈസിലേക്ക് 1/2 കപ്പ് അളവിലാണ് കേട്ടോ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സോഡാപ്പൊടി ഓപ്ഷനാണ്, നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. സോഡാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിലും ഇത് നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടാവും. ഇനി ഞാനിതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല ടൈറ്റ് ആയതുകൊണ്ടാണ് കേട്ടോ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ മാവ് അത്യാവശ്യം ലൂസാണെങ്കിൽ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കാതെ തന്നെ അരച്ചെടുക്കാവുന്നതാണ്. എന്നിട്ട് ഞാനിതിവിടെ നല്ല പോലെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു ബൗളിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാവ് കണ്ടോ ഈ ഒരു പരുവത്തിലാണ് കേട്ടോ വേണ്ടത്. ഇനി ഞാനിതിലേക്കൊരു 1/2 ടീസ്പൂൺ അളവിൽ ഏലക്കപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഒരു 15 മിനിറ്റൊക്കെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അങ്ങനെയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇപ്പോൾ ഞാനിതിവിടെ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല, നേരെ വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു സ്റ്റീലിൻ്റെ പാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്കൊരു അല്പം നെയ്യോ ഓയിലോ എന്തെങ്കിലും ഒന്ന് തടവി കൊടുക്കുക കേട്ടോ. അത് പെട്ടെന്ന് തന്നെ അത് നടന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്ക് മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് കേക്ക് ടിന്നിലോ അല്ലെങ്കിൽ ബൗളിലൊക്കെ ഇത് വേവിച്ചെടുക്കാം. അപ്പോൾ കൂടുതൽ സമയം എടുക്കും ഇതൊന്ന് വെന്ത് കിട്ടാൻ. അപ്പോൾ ഇതുപോലെ പരന്ന സ്റ്റീൽ പാത്രത്തിലാകുമ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഇനി ഞാനിവിടെ ഇഡ്ഡലിത്തട്ടിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. സ്റ്റീമറിലേക്ക് നമുക്ക് ഇതൊന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി അടച്ചു വെച്ചിട്ട് ഒരു 20 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കണം. ഇപ്പോൾ ഇവിടെ 20 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് വെന്തോന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റിക്ക് വെച്ചിട്ടൊന്ന് കുത്തി നോക്കാം. ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ കാണുമ്പോൾ നമുക്ക് വേവാത്ത പോലെ തോന്നും, പക്ഷേ അത് ചൂടാറി കഴിയുമ്പോൾ ശരിയാവും കേട്ടോ. നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. ഞാനിവിടെ സ്റ്റിക്ക് വെച്ചിട്ട് കുത്തി നോക്കിയിട്ടുണ്ട്, നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറിയ ശേഷം ഈ പാത്രത്തിൽ നിന്ന് അടർത്തിയെടുക്കണം. ഇപ്പോൾ സൈഡൊക്കെ ഒന്ന് ഇങ്ങനെ വിടിയിച്ച് കൊടുത്തിട്ട് പതുക്കെ ഒന്ന് എടുത്താൽ മതി, പൊട്ടിപ്പോവാതെ എടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിതിവിടെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആണ്, ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇത് കണ്ടോ, നല്ല ടേസ്റ്റിലൊരു പലഹാരമാണ് കേട്ടോ. എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കണം. ഈ ഒരു പലഹാരം നല്ല പോലെ തണുത്ത ശേഷം മാത്രമേ കഴിക്കാവൂ കേട്ടോ. ഈ ഒരു സമയത്ത് ഇത് നമുക്ക് ചെറുതായിട്ടൊന്നൊരു ഒട്ടുന്ന ഫീലൊക്കെ ഉണ്ടാവും. അപ്പോൾ നല്ല പോലെ തണുത്തിട്ടുണ്ടെങ്കിലാണ് ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കഴിക്കാൻ കഴിയുള്ളൂ. മാത്രമല്ല നമ്മുടെ ആ ഒരു റേഷൻ കടയിലെ അരിക്കൊരു ചെറുതായിട്ടുള്ളൊരു ചൊവയുണ്ടല്ലോ, ആ ഒരു ചൊവയൊക്കെ നമുക്കിത് ചൂടോടുകൂടി കഴിക്കുമ്പോൾ ഫീൽ ചെയ്യും. അപ്പോൾ നന്നായിട്ട് തണുത്ത ശേഷം മാത്രം
മാത്രം കഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്